ഞാന് മൂപ്പരെ വിളിച്ചോട്ട് മൂപ്പര് എനിക്ക് തോന്നുന്നത് ചിലപ്പോ വീട്ടില് മൊബൈൽ വെച്ചിട്ട് പുറത്തുണ്ട് ഒരു പോക്ക്. അപ്പൊ എടുത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാന് വിളിച്ചോളാം. പിന്നെ വേറൊരു വർത്താനം പറഞ്ഞാല് മറ്റേ ഞാൻ പകരേനെ വെറുതെ വിളിച്ചിപ്പോ ഞാൻ ചോദിച്ചു എല്ലാം ഉസ്താദ് എന്തെല്ലാം ഇങ്ങനെ ഉസ്താദിന്റെ ക്ലിപ്പ് തന്നെയാണല്ലോ ഇപ്പം പുറത്തിങ്ങനെ കേൾക്കാനുള്ളൂ എന്ന് വെച്ച്. അല്ലല്ല ഞാനാന്ന് പറഞ്ഞ് വിളിച്ചാ നല്ല കാര്യമായി. അന്നേരം എന്നോട് പറഞ്ഞു എന്താ ചെയ്യ എല്ലായിടത്തും എന്റെ ക്ലിപ്പ് തന്നെ ഇപ്പൊ ഉള്ളേ. പിന്നെ ഞാൻ ദിവസം 24 മണിക്കൂർ ആളുകളോട് പറഞ്ഞു മടുത്ത് ഞാൻ എന്താ മോനെ പറയാന്ന് വെച്ചു. മൂപ്പരപ്പുറത്തിന് ഫോണ് കട്ടാക്കി. പിന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാല് ഞാന് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഹമീദ് ഫൈസിനെ വിളിച്ചു. ഞാൻ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒരു സന്തോഷ വാർത്ത താമസിയാതെ വരും. പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പരിപാടി നിങ്ങൾ തങ്ങളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. ഏത് നമ്മളെ ഹൈദരലി തങ്ങള്. അപ്പൊ മൂപ്പര് നല്ല ആവേശത്തിലാണ് ഉള്ളത്. ആവേശത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വരുന്ന ആരും ചെറുതാവില്ല, എന്തായാലും 15 കുറയാത്ത ആളുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു മൊത്തം. പിന്നെ അത് ഏകദേശം കണക്കില്ല മാഷ, അതൊരു സംഭവമാക്കണം. മൂപ്പരാപ്പം പറഞ്ഞു കോഴിക്കോട് പിന്നെ പരിപാടി വെച്ചിട്ട്. ഞാൻ പറഞ്ഞു നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് സുന്നി പറയാനുള്ള അവസരങ്ങൾ നിങ്ങൾ മൊത്തത്തിൽ ഉണ്ടായിത്തരാം. നമുക്കതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? അതെ. അപ്പൊ അത് മൊത്തം പറഞ്ഞാല് മൊത്തത്തില് പിന്നെ എങ്ങുണ്ടല്ലോ എനിക്ക് നമ്മളെ കേരളത്തിന്റെ ആ ഒരു സെറ്റപ്പ് അന്തരീക്ഷം തന്നെ മാറുമെന്ന് എന്റെ ഒരു വിശ്വാസം. കാരണം ഇതുവരെ സുന്നി പറഞ്ഞ ആളുകള് അടങ്ങിയിരിക്കുക, പിന്നെ ഇതുവരെ മൗനം പാലിച്ച ആളുകള് സുന്നി പറയുന്നവര്. പിന്നെ അത് മാത്രമല്ല മൊത്തത്തിൽ ഈ 95% മഹല്ലുകളും കാര്യങ്ങളൊക്കെ ഓലെ കസ്റ്റഡിയിൽ തന്നെ അല്ലേ. അത് മൂപ്പര് പറഞ്ഞൊരു വിഷയം നല്ലൊരു പോയിന്റ് കേട്ടോ. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു ഇതുവരെ മുജാഹിദുകള് AP വിഭാഗത്തിനെതിരെ ഒലിക്ക് വേഗം ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം മഹലുകളൊക്കെ SKSF-ന്റെ അതുപോലെ തന്നെ സമസ്തന്റെ കയ്യിലാണല്ലോ ഏറെക്കുറെ എല്ലാ മഹലുകളും. അപ്പൊ ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും സുന്നി ഇപ്പുറത്തുനിന്ന് ശക്തമായി പറയുമ്പോൾ ഒന്നുകൂടി പ്രതിരോധത്തിലാവും. കാരണം ഭൂരിപക്ഷം ജനങ്ങൾ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം പറയുമ്പോ പിന്നെ അതിന്റേതായ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ കായക്കൊടിക്ക് നമ്മളെ ഉപദേശിക്കുന്നത് ഒരിക്കലും അങ്ങോട്ട് വരുന്നത്. അതെ. അത് ഞാൻ മൂപ്പരോട് പറയുകയും ചെയ്ത്. ഞാൻ കായക്കൊടി എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു മുജാഹിദിന്റെ ചില നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് ഭയങ്കര ആഗ്രഹം നിഷാൻ എന്തായാലും പരിപാടിക്ക് വരണം. അല്ല അത് ഞാൻ എന്നോട് പറഞ്ഞു 2 ദിവസമെങ്കിലും എടുത്തിട്ട്. മൂപ്പര് പറഞ്ഞു ജനങ്ങളൊക്കെ ആകാംക്ഷയുടെ മുൾമുനയില്ല. കാരണം എവിടെ നോക്കിയാലും ജിഷാന്റെ ക്ലിപ്പും CD ഉള്ളു. അപ്പൊ ആളൊന്ന് കാണാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഉസ്താദ് നമ്മള് അടങ്ങി ഒതുങ്ങി നമ്മള് മഷ്ഹൂർ ആവാൻ ആഗ്രഹിക്കാത്ത ഒതുങ്ങിക്കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞു. എന്നാൽ ഇൻഷാ അല്ലാഹ് കഴിയുന്നതുപോലെ നമുക്ക് പിന്നെ എന്താ പറയണ്ടേ വിജയിപ്പിക്കാൻ വേണ്ടുന്ന മുഴുവൻ ചെയ്യാന്നുള്ള ഇതല്ലേ. ഞാനിപ്പോ ഈ പേരോട് ഉസ്താദിനെതിരെയുള്ള CD എല്ലാം റെഡിയാക്കി വെച്ചതാ. പുറത്തിറക്കിയില്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഉമ്മ ഭയങ്കരം നെഞ്ഞത്തടിയും ഗുൽമാലൊക്കെ. അപ്പ എന്താ ഞാൻ പറയാ, വിഷയം അറിഞ്ഞിട്ട് ഇനി ഇങ്ങൊരു മറുപടി പോയാല് ഞാനക്ക് പൊരുത്തല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ഒന്ന് സമാധാനിപ്പിക്കുക ഒക്കെ സംസാരിച്ചു. 3 മണിക്കൂർ നല്ല അക്കിട്ട് അർഫം മൂപ്പര് പറഞ്ഞ ഓരോ കാര്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞേനു. പിന്നെ അത് മാത്രല്ല 1 മണിക്കൂറിന് 500 റിയാൽ ഇടാം. 1 മണിക്കൂർ 3 മണിക്കൂറിന് ഇപ്പൊ 1500 റിയാൽ എന്ന് പറഞ്ഞ നാട്ടില് 20,000 റുപ്യല്ലേ. ഇവിടെ ഭയങ്കര പൈസ. ഇവിടെ മണിക്കൂറിന് 500 റിയാൽ. 500 റിയാൽ എന്ന് പറഞ്ഞാല് നാട്ടിലെത്ര? നാട്ടിലേകദേശം പിന്നെ 12,000 15 റുപ്യന്റെ എടുക്കുകയായില്ലേ.
അപ്പോ അങ്ങനെയല്ല. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പുകൾ എന്തായിരിക്കണോ? അത് ഈ സമാജത്തിലെ ആൾക്കാരെ ഒന്നുകൂടി ജമ്മെടുത്ത് ഞാൻ നേരെ സംസാരിക്കുന്ന വിഷയം അവരോട് നേരെ സംസാരിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ആക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. അല്ല ഈ പിന്നെ ഈ നിങ്ങൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കോഴിക്കോടേ ഉള്ളൂ അല്ലെ കണ്ണൂരേ ഉള്ളൂ? നേരത്തെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അനൽക്കാണ് അവിടെ കണ്ടത്. മാസത്തിലൊക്കെ ഉണ്ടല്ലോ. അതെ 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 അതെ. അല്ല നിങ്ങളെ ഏരിയയിൽ വല്ലവരും ഉണ്ടോ? നിങ്ങളെ ഏരിയയില് നമ്മളെ കൂടെ എന്തായാലും മൂന്നാളിന് എന്തായാലും ഉണ്ടാവും. എപ്പോഴും നമ്മളെ കൂടെ ഇയാളെ കിട്ടാൻ വകുപ്പുണ്ടോ പാരിസ് സ്റ്റാഫിന്? അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന് പോകുന്നുണ്ട് രാത്രി. അത് ശരി. പക്ഷെ ഒരു ശ്രദ്ധിക്കണേ, കാരണം വെച്ചാല് മൂപ്പരെ കിട്ടിയില്ലാന്ന് മാത്രമല്ല അവസാനം ഈ രഹസ്യങ്ങൾ മുഴുവൻ അപ്പുറം ചോർന്നു പോയാൽ അത് വലിയ പ്രശ്നമാവും. അതെ 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 അതെ. മൂപ്പരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. എത്ര ദിവസം വരാൻ കഴിയും? ആര്? നിങ്ങളിപ്പോ വരുവാണെങ്കിൽ ഇപ്പോ എത്ര ആഴ്ച വേണ്ടിവരും, അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചകൊണ്ടൊക്കെ വെള്ളി കൊടുത്തരാൻ കഴിയോ? ഞാൻ നോക്കാം. അങ്ങനെയാണ് പരിപാടി വെക്കുന്നുണ്ട്, ഒരു ശനിയാഴ്ച വെക്കാം. അല്ല ശനിയാഴ്ച അല്ല, പരിപാടി വെക്കുന്നുണ്ട് എന്നൊരു വെള്ളിയാഴ്ച രാത്രി വെക്കേണ്ടി വരും. വെള്ളിയാഴ്ച ലീവിനെത്തിച്ചു. വെള്ളിയാഴ്ച വെച്ചാൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് വ്യാഴാഴ്ച കയറിയാല് വെള്ളിയാഴ്ച പരിപാടി കഴിഞ്ഞിട്ട് ശനിയാഴ്ച തിരിച്ചും കയറല്ലോ. അപ്പോ പിന്നെ അത് ഇൻഷാ അല്ലാ അങ്ങനെയാണെങ്കിൽ ഞാൻ പരമാവധി നോക്കാം. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയല്ല. അപ്പൊ ഇത് എന്നാ ഇൻഷാ അല്ലാ ബാക്കി നിങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് സെറ്റപ്പ് ആക്കിയല്ലേ? ആയിക്കോട്ടെ. ലബ്ബ ഫുള്ള് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ച. കാരണം ഞാനിന്നലെ SKSFന്റെ റൂമില് പിന്നെ മൈക്കെടുത്തിട്ട് പറഞ്ഞു യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാന്ന് ഖുർആനിലുണ്ടല്ലോ. അതുപോലെയായി എന്ന് പറഞ്ഞു. കാരണം എന്റെ ക്ലിപ്പ് കൊണ്ട് ലബ്ബ പിന്നെ ഹിദായത്തിലായി. കാരണം വെച്ചാല് നാരിയത്ത് സ്വലാത്തിന്റെ വിഷയത്തിൽ ഞാനായിട്ട് ക്ലിപ്പാക്കിയതിന്റെ ശേഷമാണ് മുജാഹിദീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംഭവം നടത്തിയത്. അതുപോലെ തന്നെ ഒരു വിഭാഗം പിന്നെ ഹിദായത്തിലായപ്പോ യുളില്ലു ബിഹി കസീറ എന്ന് പറഞ്ഞ പോലെ പിന്നെ ക്ലിപ്പ് കൊണ്ട് മറ്റേ STV-കാർ ഇപ്പൊ എന്തായി വലാലത്തിലായി. അല്ല ഇത് രണ്ടുപേരെ ക്ലിപ്പ് കൊണ്ടല്ലേ? കാരണം വെച്ചാല് പൊന്മള ഉസ്താദിന്റെ ക്ലിപ്പ് കൊണ്ടാണല്ലോ ഇപ്പൊ പിന്നെ മുജിസത്ത് വഫാത്തിന് ശേഷം ഇല്ല എന്നുള്ളൊരു ഭാഗത്തിലേക്ക് ഇവര് കൊണ്ടുവന്നേ. അതേ സമയത്ത് ലബ്ബക്ക് പിന്നെ നേരം വെളുത്തു. അത് മാത്രമല്ല സംവാദത്തിൽ വളരെ ലബ്ബ ചോദിക്കാണ് അനസിനോട്, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞല്ലോ, അതിനെന്താ തെളിവ്? ഇതെല്ലാം നമ്മൾ അപ്പൊ എന്നാ ഏത് ഇല്ലില്ല പോലീസ് നായ കോഴിക്കോട് വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാ കാര്യമായിട്ട് ദ്വാരക്ക് ഞാൻ നോക്കിയിട്ട് എന്നാല് വിളിക്കാം. എന്തെങ്കിലും മിസ് അടിക്കട്ടാ.